ഹായ് എവ്രി വൺ, വെൽക്കം ടു പാർട്ട് 2 ഓഫ് മൈ മെക്സിക്കോ വ്ലോഗ്. ഈ തെങ്ങ് വെട്ടുന്ന ചേട്ടനെയൊക്കെ കണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബീച്ച് സൈഡിലോട്ടാണ്. ഇന്നൊരു റിലാക്സിങ് ഡേ ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നടന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഇവിടെ ഫുള്ള് പോലീസുകാരൊക്കെ ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വെൻഡേഴ്സിനെയൊക്കെ അവർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു സ്റ്റോം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോമിന് മുന്നേ അവർ ഈ ഏരിയ ഫുള്ള് ക്ലിയർ ആക്കുവാണ്. വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം സെല്ല് ചെയ്യുന്ന ആൾക്കാരെ അവർ പറഞ്ഞു വിട്ടു. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ആക്ടിവിറ്റി കൂടി ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ബീച്ച് സൈഡിൽ വന്നത്. പക്ഷേ ആ ചേട്ടന്മാരെ ഇവിടെ കാണാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. വേറൊരു സംഭവം നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കാണുന്നതെല്ലാം പല ടൈപ്പിലുള്ള കാക്ടസ് പ്ലാന്റ്സ് ആണ്. ആൻഡ് ആ വലിയ തൊരെണ്ണത്തിനെ കണ്ടോ, ഓൾമോസ്റ്റ് ആ മരത്തിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ഹൈറ്റുള്ളൊരു കാക്ടസ് പ്ലാന്റിനെ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിനെ കുറേ നേരം ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് റെഡി ആയിട്ട് നേരെ പോകുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ഇവിടെ റിസോർട്ടിനകത്ത് ഒരു വാട്ടർ തീം പാർക്കുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ഈ റിസോർട്ടിൽ ആക്ച്വലി 2 വാട്ടർ പാർക്സ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ്ലി കിഡ്സ് ഓൺലി ആണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് വലിയ കുട്ടികൾക്കും പിന്നെ അഡൾട്ട്സിനും പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കാണിത്. പിന്നെ ഈ റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ ഒരു ബേസിക് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ റിക്വയർമെൻറ്റ്. ഒത്തിരി റൈഡ്സ് ഒന്നും ഇല്ല, ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ തന്നെ നമ്മൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. അങ്ങനെ ഒരു 2 മണിക്കൂറോളം ഒക്കെ ഇവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ റൈഡിലൊക്കെ കയറി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നനഞ്ഞു, എന്നാൽ പിന്നെ സ്വിമ്മർ ബാറിലും കൂടെ കുറച്ച് ടൈം ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു സ്വിമ്മർ ബാറിൽ വന്നു. ഇവിടെ ആൽക്കഹോൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡ്രിങ്ക്സ് കിട്ടും, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയും സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഒരു പൂളിൽ നിന്ന് അടുത്ത പൂളിലേക്ക് പോകുന്നു, അവിടെ നീന്തുന്നു, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ടാനും അടിച്ചു, നല്ല ഡീഹൈഡ്രേറ്റഡും ആയി. അപ്പോൾ റൂമിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്ന് ഒരു ഡിന്നർ പോകേണ്ട സ്ഥലത്ത് നേരത്തെ തന്നെ പോയി ബുക്ക് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയുള്ള ലൈനാണ് ഈ കാണുന്നത്. എല്ലാവരും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ വന്ന് ലൈനിൽ നിൽക്കുവാണ്. അപ്പം നമ്മൾ ഒരു 15 to 20 മിനിറ്റ്സ് ഈ ലൈനിൽ നിന്നിട്ടാണ് നമുക്ക് നമ്മുടെ റിസർവേഷൻ കിട്ടിയത്. ഇവിടുത്തെ വേറൊരു റെസ്റ്റോറൻറ്റ്സിലും ഇത്ര പെട്ടെന്ന് സീറ്റ്സ് ബുക്ക്ഡ് ആയി പോയിട്ടില്ല. ഇതൊരു സ്റ്റേക്ക് ഹൗസ് ആയിരുന്നു, കുറച്ച് ഫാൻസി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് 7:15 റിസർവേഷൻ കിട്ടിയത്. അപ്പം ഞങ്ങൾ ഓൺ ടൈമിൽ വന്ന് നമ്മുടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ കാനഡയിൽ പോയൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഫുഡ് കഴിക്കുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു $100+ 2 പേർക്കും കൂടെ ഉറപ്പായിട്ടും സ്പെൻഡ് ആയതിനെ. അത്ര വേർത്തായിട്ടുള്ളൊരു ഫുഡായിരുന്നു. അപ്പം നമ്മൾ ഈ റിസോർട്ടിൽ കൊടുത്ത ഓരോ പൈസയും വേർത്തി ആയിട്ട് തോന്നി, ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കാൻ പറ്റുന്നത് കൊണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇവൻറ്റ് ഓഫ് ദി ഡേ, വൈറ്റ് പാർട്ടി. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ജംഗിൾ പാർട്ടി ഉച്ചയ്ക്കായിരുന്നു. ബട്ട് ഇത് രാത്രി ആയതുകൊണ്ട് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നേരം ഞാൻ വാവൊളിച്ചിരുന്നു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഇത് കണ്ടിട്ട്. അത്ര അടിപൊളി സെറ്റപ്പായിരുന്നു. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാനിനി ഇതുപോലൊരു പാർട്ടി ഏതെങ്കിലും കാലത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോയെന്ന് പോലും അറിയില്ല. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു. ആൻഡ് എല്ലാം ഫ്രീ ആണ്. അപ്പം നമുക്ക് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ നല്ലപോലെ മിസ് ചെയ്തു. ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരുവാണെങ്കിൽ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒക്കേഷനായിരുന്നു ഇതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒന്നിനെയും പറ്റിയും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഫുഡുണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ആൻഡ് നമുക്ക് എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് എൻജോയ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പം അതൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ആവശ്യത്തിന് റിലാക്സിങ്ങും ആവശ്യത്തിൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റും ആയിട്ടുള്ള ഞങ്ങളുടെ 3rd ഡേ ഇവിടെ അവസാനിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ 4th and second last ഡേ ആണ്. ഈ ധൃതി വെച്ച് നടന്നു പോകുന്നത് വേറൊന്നിനും അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഞങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഫുഡിൽ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓഷ്യൻ സൈഡിൽ വന്ന് നോക്കി വെൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് ഇറങ്ങുന്നുണ്ടോ എന്ന്. പക്ഷേ ഇന്നും എംപ്റ്റി തന്നെയായിരുന്നു. ഇവിടെ ആ ഒരു ബ്ലാക്ക് ഫ്ലാഗ് വെച്ചേക്കുന്നത് കൊണ്ടോ അത് ആ ഡേഞ്ചർ സോൺ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അവർ ആ ഒരു കറുത്ത കൊടി വെച്ചേക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്നെങ്കിലും ആ ഒരു ATV റൈഡ് ആക്ടിവിറ്റി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റിസോർട്ടിനുള്ളിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആ എക്സ്കർഷൻ ബുക്ക് ചെയ്തത്. ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു, എങ്കിലും നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസോർട്ട് ലോബിയിൽ വന്ന് അവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അമീഗോസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് അവരെ പിക്ക് ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഒരു ഡ്രൈ പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഒട്ടും ട്രോപ്പിക്കൽ അല്ല. നോർമലി നമ്മൾ മെക്സിക്കോ എന്ന് പറയുമ്പോൾ ഒരു ട്രോപ്പിക്കൽ വൈബ്, ഒരു ഫുൾ പച്ചപ്പ്, അങ്ങനത്തെ ഒരു വൈബായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ കാബോ സാൻ ലൂക്കസ് എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനൊരു ഡ്രൈ ആണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ കാക്ടസ് പ്ലാന്റ്സും ഇത്രയധികം ഉള്ളത്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ അമീഗോസിൻ്റെ ഈ ഒരു സെൻറ്ററിലെത്തി. ഇവിടെ നിന്നാണ് നമ്മളിനി ATVs ചൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ATV എക്സ്കർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും പിന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ATVയുടെ അടുത്തോട്ട് പോയി. ഇവിടെ സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഞങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക്കാണ് കിട്ടിയത്. അതായത് നമ്മൾ തന്നെ അതിൻ്റെ ഗിയറെല്ലാം മാറ്റി വേണം അത് ഓടിക്കാൻ വേണ്ടി. ഇതൊരു ഗൈഡ് ടൂറായിരുന്നു. ഈ മുന്നേ പോകുന്ന ചേട്ടനായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. ഞങ്ങളെ കൂടാതെ വേറെ 2 പേരും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതൊരു 2 മണിക്കൂറുള്ള റൈഡാണ്. ഈ ATV റൈഡിൽ നമ്മളൊരു മല കയറി ഇറങ്ങും, സാൻഡ് ഡ്യൂണിൽ കൂടെ പോകും, കടലിൻ്റെ സൈഡിൽ കൂടെ ഓടിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. എൻ്റെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റും അത് തന്നെയാണ്. എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവരിവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സിംഗിൾസ് ആണ് എടുത്തത്. അതായത് ഒരാൾക്ക് ഒരു ATV റൈഡ് ചെയ്യാവുന്ന പോലെ സിംഗിൾ ATV റൈഡായിരുന്നു ഞങ്ങൾ എടുത്തത്. ഈ വീഡിയോയിൽ കാണുന്ന ഇതിൽ ഏതോ ഒരു മല ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. പിന്നെ ഈ സാൻഡ് ഡ്യൂൺസിൽ കൂടെയും കുറേ ഓടിച്ചു. പക്ഷെ നമ്മൾ ഓടിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തിയ ഒരു സ്ഥലമായിരുന്നു. അത് 1 മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് ഓടിച്ചു കഴിഞ്ഞപ്പം ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ നിർത്തി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി. ATV റൈഡിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓടിക്കാനുള്ള ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു ഞങ്ങൾക്ക്. എസ്പെഷ്യലി നമുക്കൊരു ടേണൊക്കെ ചെയ്യേണ്ട സമയത്ത് സ്കൂട്ടറിലിരുന്ന് ടേൺ ചെയ്യുന്ന പോലെ ടേൺ ചെയ്താൽ അത് പോവില്ല. അപ്പം അങ്ങനെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ കടലിൻ്റെ, അതായത് പസഫിക് ഓഷ്യൻ്റെ സൈഡിൽ കൂടെ ATV ഓടിക്കുന്നത്. ഇതിപ്പം വേറൊരു ടീം പോയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. കുറച്ച് നേരം ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളും ആ ഒരു സെയിം റൂട്ടിലായിരുന്നു പോയത്. അങ്ങനെ 2 മണിക്കൂറുണ്ടായിരുന്ന അതിസാഹസികമായ ഞങ്ങളുടെ ATV റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇവരുടെ ആ ഒരു ഓഫീസിലെത്തിയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ടക്കീല ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇവർക്ക് കുറച്ച് ടക്കീല കളക്ഷൻസ് ആ ഷെൽഫിലിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതെല്ലാം ലോക്കലി മെയ്ഡ് ടെക്കീലാസ് ആണ്. ആൻഡ് ഇവർ ഇതിനെല്ലാത്തിനും ഇതുണ്ടാക്കുന്ന രീതിയെ പറ്റിയൊക്കെ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വെയിലത്ത് വണ്ടിയൊക്കെ ഓടിച്ച് എൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ റിസോർട്ടിലെത്തി നേരെ പൂളിലോട്ടാണ് വന്നത്. ഇവിടെ അപ്പോഴേക്കും ഒരു വോളിബോൾ കളി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം റുട്ടീൻ പൂൾ ആൻഡ് ബാർ ഇതൊക്കെ തന്നെ. എല്ലാ സ്വിമ്മിംഗ് പൂളിൻ്റെയും സൈഡിലായിട്ട് 2ഓ അതിൽ കൂടുതലോ ഇതുപോലത്തെ ഒരു പോപ്പപ്പ് ബാർ സ്റ്റേഷൻ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൽക്കഹോൾ ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള സ്മൂത്തീസും എല്ലാം അവൈലബിൾ ആയിരുന്നു 24/7. അങ്ങനെ പൂൾ ആൻഡ് പൂൾ ബാർ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ഈ റിസോർട്ടിലെ നമ്മുടെ ലാസ്റ്റത്തെ പാർട്ടിയിലേക്കാണ്. അതായത് പിങ്ക് പാർട്ടിയാണ്. ഇന്ന് ജൂലൈ 4th ആയതുകൊണ്ട് US-ൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ഗെയിംസും ഡെക്കറേഷൻസും ഒക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ ആണെങ്കിലും അവരിവിടെ US ഫ്ലാഗൊക്കെ വെച്ച് ഫുഡൊക്കെ കാർവിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് കോർട്ട്യാർഡ് സ്റ്റേജിൽ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങളുടെ റിയു സാന്റഫേയിലെ ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ മെക്സിക്കൻ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ആയി. ഇന്ന് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പോകാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് ചെയ്തിട്ട് ഭയങ്കര വിഷമം വരുന്നത്. ലൈക്ക് ഇവിടുത്തെ സർവീസും ഹോട്ടലൊക്കെ അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നി. ഒന്ന് പോരായിരുന്നു ഡേയ്സ്, കുറച്ചുകൂടെ ഡേയ്സ് വേണമായിരുന്നു. അങ്ങനെ റിയു സാന്റഫേ ഹോട്ടലിനോടും കാബോ സെന്റ് ലൂക്കസ് മെക്സിക്കോയോടും ഇവിടെ പറഞ്ഞ് ഇപ്പോഴത്തെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ഈ ട്രിപ്പിനെ പറ്റി. അതായത് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്, എന്നാൽ നല്ല ഹാപ്പിയും ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു ഇത്.